ഞങ്ങളെ ഈ വേഷത്തിൽ കണ്ടിട്ടും മനസ്സിലായില്ല നിനക്ക്? കുടുംബത്തിൽ പിറന്ന സ്ത്രീകൾ. ഉണ്ണിത്താന്റെ നെഞ്ചു വേദനിച്ചപ്പോ എന്റെ കുട്ടിയുടെ മനസ്സ് വേദനിച്ചു അല്ലേ? അത്രക്കില്ല അപ്പോ നിങ്ങൾ തമ്മി. ഗിരിജേടത്തിയെ മൂപ്പത്തിക്ക് സംഗതി പറഞ്ഞു കൊടുക്കി. ഞങ്ങളുടെ കുറച്ച് കാശ് മൂപ്പരുടെ കയ്യിൽ പെട്ടിരിക്കുക. അതാ നെറികെട്ടോന്റെ കയ്യിൽ നിന്ന് വാങ്ങാനാ ഞങ്ങൾ വന്നത്. അതിന് സരള ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞാനോ? എങ്ങനെ? ഒറ്റ ഫോൺ വിളി. നിങ്ങൾ മൂപ്പരെ കാണാൻ പൂതി മൂത്തുവിടെ എത്തിയിരിക്കായിരുന്നു. എത്തിയപ്പോ വീട് തുറന്നെടുക്കായിരുന്നു. അകത്ത് കയറി നോക്കിയപ്പോ അലമാരകളെല്ലാം കുത്തി തുറന്ന് ഇല്ല പണ്ടവും പണം എല്ലാം കൂടെ കട്ടുകൊണ്ടിരിക്കണ്. പെട്ടെന്ന് ഇവിടെ എത്തണം. ഇത്രയെന്ന് വിളിച്ചു പറഞ്ഞാ മതി. ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ഞങ്ങൾ SI ബാലേന്ദ്രൻ സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കാം. എന്താ? നിന്നും കുണുങ്ങാതെ പെട്ടെന്ന് പറഞ്ഞ പണി ചെയ്യുന്നേ. ഇല്ലെങ്കിൽ ഞാൻ ഹലോ. ഇല്ല ശ്രീപത്മനാഭ, ഞാൻ വരുന്നു. സരളേ, 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 നാരായണി, സരളേ, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാരും ഉണ്ട്. ഇവിടെ കള്ളം കയറിയത് കുത്തിപ്പൊളിച്ചതൊക്കെ നീയല്ലേ? അത് ഇവരെന്നെ കൊണ്ട് നിർബന്ധിച്ചു. എന്താ ഞങ്ങളെന്നെ പറഞ്ഞ അങ്ങനെയൊക്കെ പറയാൻ? നാരായണി, അത് ശരി. ആണുങ്ങളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി പോകരുതെന്ന് കാണിക്കുന്നു. ഇപ്പൊ എല്ലാരും മുതലാളിന്റെ നേരം കളയാനോ മെനക്കെടുത്താനോ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ പണം കിട്ടിയാ മതി. പണം? ആരുടെ പണം? ഏത് പണം? എന്താടാ നീ പറഞ്ഞത്? ഏത് പണം? ആരുടെ പണം? എടാ, ഞാൻ ഇവിടെ കൂടിയല്ലേ നിന്റെ കയ്യിൽ 30 ലക്ഷം രൂപ എണ്ണി തന്നത്. അത് ചോദിക്കാൻ വന്നപ്പോ ഇവിടെ വെച്ചല്ലടാ താൻ എന്റെ ഈ തടിക്ക് വില പറഞ്ഞത്. ഒരു 5-6 കൂടുതൽ എടുത്തോ മോളെ. നമുക്ക് ഫ്രെയിം ചെയ്ത് ബാലേന്ദ്ര സാറിന് സമ്മാനമായിട്ട് അയച്ചു കൊടുക്കാം. ഈ ഗിരിജാൻ കൂടെ കുറച്ച് പണം എന്റെ കൂടെ തന്നു എന്നുള്ളത് ശരിയാ. അത് ഞാൻ ആ ചെട്ടിയാർക്ക് മറിക്കാൻ കൊടുത്തു. അയാൾ മധുരയിൽ നിന്ന് വന്നോട്ടെ. ഒരു 2 ദിവസം നിങ്ങൾ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് ഈ ഉണ്ണിത്തം പണം എത്തിച്ചിരിക്കും. എന്ത്? അപ്പൊ സ്ട്രോങ് ആയിട്ട് ചായം കുടിച്ച് തൽക്കാലം നമുക്ക് പിരിയാം. എന്താ ചന്തടത്തി? നിന്റെ സൽക്കാരം കൂടെ വന്നല്ലടാ ഞങ്ങള്. നീ ഇതുവരെ കളിച്ച കളിയൊക്കെ മതിയടാ നെറികെട്ടവന്. ശാന്തടുത്തി, നീ പണം എടുത്ത് തരുന്നോ അതോ ഞങ്ങളുടെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് കാണണോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ സ്കൂട്ടർ എടുത്ത് ഒന്ന് കറങ്ങി പണവും സംഘടിപ്പിച്ചിട്ട് ടപ്പേ നിങ്ങൾ നിന്നെ അങ്ങനെ വിട്ടു. സ്വാമിയാണ്, മൂടിപ്പര അമ്മച്ചിയാണ്. ഇവിടെ പണം ഇരിപ്പില്ല. ചതർത്തി വേണ്ട, മൂർച്ചയുള്ള സാധനമാണ്. മേത്ത് വേണ്ട, ചോര വീഴും. ചോര വെറുതെ പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് വേഷം കെട്ടി നടന്നാ പോരാ. മർമ്മ അറിയണം, മർമ്മ. ഇനി പറയും ഉണ്ണിക്കുട്ടാ, പണം എവിടെയാ ഇരിക്കുന്നെ? പണമൊക്കെ ഇവളുടെ വീട്ടില. എന്നാ പിന്നെ അതങ്ങ് നേരത്തെ പറഞ്ഞാ പോരായിരുന്ന കണിഷ്ടക്കാരൻ മോനെ. പിടിച്ചെഴുന്നേപ്പിക്കടി, നമുക്കെല്ലാരും കൂടെ അങ്ങോട്ട് പോവാം. വേണ്ട, ഇവള് പോയി എടുത്തോണ്ട് വരും. വേണ്ട വേണ്ട, ആരും ഒറ്റയ്ക്ക് പോകുന്ന പ്രശ്നമേ ഇല്ല. നമ്മളെല്ലാം ഒന്നിച്ചു പോകും ഞങ്ങളുടെ വണ്ടി. അത് മതി. അപ്പൊ നാട്ടുകാര് കാണൂലേ? നാണക്കേടാ അല്ലേ? ശാന്തെടുത്തി ആ കോട്ട് ഊരി അങ്ങോട്ട് ഇട്ടു കൊടുക്ക്. ചവറിന്റെ നാറ്റം ഈ തെണ്ടി അറിയട്ടെ. അത് തന്നെ. പിടിയടി ഗിരിജ, നീ വണ്ടി സ്റ്റാർട്ടാക്ക്. ഈ 2 വേസ്റ്റുകളെ ഞങ്ങള് കയറ്റിക്കോളാം. മൂടി, നിന്റെ നാണക്കേട് മാറട്ടെ. ഇത് തലയിൽ കൊടുത്ത് മൂടിക്കോളി.
ഉണങ്ങിയിടും. വെട്ടി നുറുക്കും ഞാൻ അണങ്ങാതിരുന്നാണ് രണ്ടോടെ. എന്താ ചണ്ടിന്റെ ഒരു മോന്ന മിണ്ടരുത്, മിണ്ടിപ്പോരുത്. ശാന്തടുത്തി ഓളെ ഇങ്ങോട്ട് ഇറക്കി. ഇറങ്ങണി. വാ ഇറങ്ങ്. ഇങ്ങോട്ട് ഇറങ്ങ്. ഇയാളങ്ങോട്ടാ? ഞാനും കൂടെ കൂടെ സദ്യ ഉണ്ണാൻ പോയില്ലേ? ഇരിക്ക് അവിടെ. സാറേ, മൂന്ന് 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 തന്റെ മൂന്ന് ഞാൻ ഇന്ന് ചെറിയാക്കി തരാം. അവിടെ ഇരി. വേഗം തുറക്ക്. അയ്യോ പോലീസ്, പോലീസ് അങ്ങോട്ട് ഇരിക്കും. അങ്ങോട്ട് ഇരിക്കും. എന്താ ഇവിടെ വേസ്റ്റ് എടുക്കാൻ വന്നതാ സാറേ. വേസ്റ്റ് എടുക്കാൻ വന്നിട്ട് എന്താ വണ്ടി തന്നെ നിൽക്കുന്നത്? അല്ല, ഒരു ചത്ത പന്നി ഇതിനകത്തുണ്ട് സാറേ. അതാണെ മുഴുവൻ ചത്തിട്ടുമില്ല. അത് ഇനിയിപ്പോ കാക്കയാ മറ്റോ കൊത്തി പുറത്തെടുത്താലോ ഒന്ന് പേടിച്ച് നിൽക്കുവാ സാറേ. വേസ്റ്റ് അവര് പോയിട്ടുണ്ട്. ഏ ആരാത്? ഞാനത് എന്ത്? അല്ല, അത് എനിക്ക് ഈ ഷുഗറിന്റെ പ്രമേഹം ഉള്ളതുകൊണ്ടേ ഭയങ്കര ശല്യമാ സാറേ. ഇവർക്ക് എന്തായിരുന്നു അകത്തുപണി? കിച്ചണിലെ സിങ്കും വാഷ് ബേസിനും ബ്ലോക്കായി നിറയെ വേസ്റ്റ് ഉടങ്ങി കിടക്കുമായിരുന്നു. ഇവരെ കണ്ടുകൊണ്ട് നന്നായി. ഹോ, എന്തൊരു നാറ്റാ. ശരിയാ, എന്തൊരു താറ്റ. വേഗം സ്ഥലം വിട്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. എന്താണ് തന്റെ ഒടുക്കത്തെ ഒരു കൊര? മുള്ളണം, ആരെന്നുള്ളണം? മൂത്രം ഒഴിക്കണം. നാട്ടിൽ റോഡിൽ അവന്റെ ഒരു മൂത്രം ഒഴി. ഇതിലോട്ട് കഴിവറ്റും. എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവിടെ റെഡി. അവളൊരു കാഴ്ച കാണാൻ നിൽക്കുന്നു. മുതലാളി, മുതലാളി ആ വണ്ടിയിലെങ്ങനെ? ശാന്തേട്ടേ, നോക്കി, ഇയാളുടെ ആൾക്കാര്. വേഗം വിട്ടോ ഗിരിജേ. ആരെങ്കിലും വരുന്നുണ്ടോ? നമ്മുടെ പുറകിൽ ആൾക്കാര്. നമുക്ക് സ്പീഡിൽ വരാം. വേഗം വിട്ടോ. വേഗം വിട്ടോളി. ചേച്ചി വേഗം വിട്. എന്താ ചെയ്യാ? വേഗം വിട്. ഈ ഒരു ഓട്ടം കഴിഞ്ഞ് ഇവിടെ ക്രോസ് ചെയ്യണം. ബ്ലോക്ക് ചെയ്യണം. എന്താ ചെയ്യാ? വണ്ടി അടിക്കാൻ. വണ്ടി എടുക്കട്ടെ. ഇടിച്ചു കാറ്റ്. ഇടിക്ക്. ശാന്തടുത്തിയെ ഇടിച്ച് ഇറക്കിയാ നായിനങ്ങോട്ട്. ഇനി വേസ്റ്റ് എന്താ ചെയ്യേണ്ടത്? വെട്ടി എരിഞ്ഞ് ഇതിനകത്തോട്ട് ഇടണം. പല പട്ടികളും തിന്നട്ടെ. അന്തസ്സുള്ള ഒരു പട്ടി ഈ തെണ്ടിയുടെ ഇറച്ചി തിന്നില്ല. എന്റെ കോട്ട് ഒരു താളും. എന്തിനാ ശാന്തടുത്തി ഈ നാറിയിട്ട കോട്ടിട്ടാലേ ചോറി പിടിച്ച് ദ്രവിച്ച് ചത്തുപോകും. അതെ ചേച്ചി. എന്നാ പിന്നെ ഇതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി ചാവട്ടെ ചേർത്താൻ. അതെ, ഇവിടെ കിടന്നാ ശരിയാവില്ല. ഇവിടെ കിടന്ന് മുളക്കിണ്ടാവുന്നത്. ഇറങ്ങിയ പിന്നെ
വെട്ടി കൊല്ലണം എനിക്ക്. എന്നെ ഒന്നും ചെയ്യല്ലേ, ദൈവത്തെ ഓർത്ത്. ദൈവത്തെ ഓർത്ത് നാട് മുഴുവൻ നടന്ന് നാറുന്ന എച്ചിലും വരി രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടപ്പെടുന്ന ഞങ്ങളുടെ ജീവിതം കൊണ്ടാണ് നീ കളിച്ചത്. ഇനി എങ്ങാനും പണത്തിന് ആക്രാന്തം മൂത്ത് പാവപ്പെട്ടവന്റെ നേരെ നിന്റെ ബ്ലേഡുമായിട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, നിന്റെ കണ്ണ് രണ്ട് ചൂഴ്ന്നെടുത്ത് നിന്നെ ചവിട്ടി അരച്ച് കൊന്ന് കുടൽമാല പുറത്തെടുത്ത് അത് കൊത്തി എരിഞ്ഞ് ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് ഞങ്ങൾ പാർസലയക്കും. ഇവിടെ കിടന്ന് പുഴുത്തെ ചാവടാ നീ.